കേന്ദ്ര സർക്കാരിന്റെ ജനപ്രിയ പദ്ധതി ധനസഹായമായ PM കിസാൻ 6000 രൂപ നമ്മുടെ വീടുകളിൽ ലഭിക്കുന്നുണ്ട് എങ്കിൽ ഈ പ്രധാനപ്പെട്ട അറിയിപ്പ് ശ്രദ്ധിക്കാതെ പോകരുതേ. കിസാന്റെ ധനസഹായം ഇപ്പോൾ ലഭിക്കുന്നവർക്ക് വരും മാസങ്ങളിലെ ഗഡുക്കൾ ഒരുപക്ഷെ കിട്ടാതെ വരാൻ സാധ്യതയുണ്ട്. നമ്മുടെ ഭാഗത്ത് ചെയ്തിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. നിലവിൽ 4 മാസ ഇടവേളകളിൽ 2000 രൂപ വീതം വർഷത്തിൽ 3 ഇൻസ്റ്റാൾമെന്റുകളാണ് 2000 രൂപ വീതമുള്ള 3 ഗഡുക്കളായിട്ടാണ് ബാങ്ക് അക്കൗണ്ടിലേക്ക് സർക്കാർ തരുന്നത്. മുൻപെല്ലാം നമ്മൾ കൊടുത്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്കായിരുന്നു ധനസഹായം എത്തിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ആ സ്ഥിതി മാറി. അതായത് ഓൺലൈൻ സർവീസ് സെന്ററുകൾ തന്നെ അനധികൃതമായിട്ട് തട്ടിപ്പ് നടത്തിയെന്ന് കേന്ദ്ര സർക്കാരിന് മുൻപ് തന്നെ ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. അർഹതയുള്ള കർഷകരിൽ നിന്ന് മറ്റ് ആനുകൂല്യങ്ങൾക്ക് ഡോക്യുമെന്റുകൾ വാങ്ങി ആ ഡോക്യുമെന്റുകൾ മുഖാന്തരം ഓൺലൈൻ സർവീസ് സെന്ററുകൾ ഉൾപ്പെടെ തട്ടിപ്പുകൾ നടത്തിയിരുന്നു. അതിനുശേഷമാണ് കേന്ദ്ര സർക്കാർ ആധാർ വിവരങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ഇപ്പോൾ ആധാർ വഴിയുള്ള വിതരണമാണ്. അതായത് ആധാറുമായിട്ട് സീഡ് ചെയ്തിട്ടുള്ള കർഷകന്റെ ബാങ്ക് അക്കൗണ്ടിലായിരിക്കും ധനസഹായം എത്തിച്ചേരുക. ഈ കർഷകന്റെ ബാങ്ക് അക്കൗണ്ട് ആധാറുമായിട്ട് സീഡ് ആയിട്ടില്ല എങ്കിൽ ഈ ധനസഹായം കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ കർഷകർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുക എന്നുള്ളത്. സീഡ് അല്ല എങ്കിൽ നമ്മുടെ ബാങ്കിൽ ചെന്ന് ഇത് ബന്ധിപ്പിക്കുന്നതിനും സീഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി എത്ര ശ്രമിച്ചിട്ടും ഇത് പൂർത്തിയാവുന്നില്ല എങ്കിൽ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ട് ആരംഭിക്കുക എന്നുള്ളതാണ് പിന്നീട് നമുക്ക് ധനസഹായത്തിന് അർഹതയുള്ളത്. ഇനി രണ്ടാമത്തെ കാര്യം ഇലക്ട്രോണിക് KYCകളാണ്. ഈ KYC പൂർത്തിയാക്കിയവർക്കാണ് ഈ ധനസഹായം കയറിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ചില സമയത്ത് KYC അതായത് ചില കർഷകർ ഒന്നുകൂടെ ഈ KYC ചെയ്യേണ്ടതായിട്ട് ഉണ്ടാവും. അങ്ങനെ ഉണ്ട് എന്ന് അറിയിക്കുന്നതിന് വേണ്ടിയും KYC എന്ന സ്റ്റാറ്റസ് നമ്മൾ പരിശോധിച്ചേ മതിയാവൂ. അല്ലെങ്കിൽ ഫോണിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള SMS ആയിട്ട് നമുക്ക് ലഭിക്കും. ആ ഒരു സമയത്ത് വീണ്ടും ബയോമെട്രിക് സംവിധാനം വഴിയോ അല്ലെങ്കിൽ OTP അധിഷ്ഠിത വെരിഫിക്കേഷൻ വഴിയോ KYC നമുക്ക് പൂർത്തിയാക്കാനായിട്ട് സാധിക്കും. KYC പൂർത്തിയാക്കുന്നവർക്കേ ധനസഹായങ്ങൾ ലഭിക്കുകയുള്ളൂ. ഇനി മൂന്നാമത്തെ കാര്യം, ഈ പദ്ധതിയിൽ അപേക്ഷ വച്ചിട്ടുള്ള കർഷകർ അവരിൽ ആരെങ്കിലും മറ്റ് കേന്ദ്ര സംസ്ഥാന പെൻഷൻ വാങ്ങുന്നുണ്ട് എങ്കിൽ അതും 10,000 അതിൽ മുകളിലോ പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നവരാണ് എങ്കിൽ ആധാറുമായിട്ട് ഇത് ഒത്തുനോക്കി പരിശോധനകൾ ഉണ്ടാവും. ഇത്രയും നാൾ വാങ്ങിയ തുക തിരിച്ചടയ്ക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ പെൻഷനർ ഒക്കെയാണ് എങ്കിൽ ഈ പദ്ധതിയുടെ ധനസഹായം അത് വേണ്ട എന്ന് വയ്ക്കുവാനുള്ള സംവിധാനം PM കിസാൻ വെബ്സൈറ്റിലുണ്ട്. അങ്ങനെ നമ്മുടെ ആനുകൂല്യം കട്ട് ചെയ്യാം. പിന്നീട് നമുക്ക് ഇത്തരത്തിലുള്ള നൂലാമാലകൾ ഉണ്ടായിരിക്കുന്നതുമല്ല. ഇനി അതോടൊപ്പം തന്നെ പ്രൊഫഷണൽ ജോലി ഉള്ളവർ, അതായത് ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, ചാർട്ടേഡ് അക്കൗണ്ടുമാർ, മറ്റ് വിവിധ പ്രൊഫഷണൽ ജോലി നേടുന്ന ആളുകൾ, അങ്ങനെയുള്ളവർക്ക് കിസാൻ സമ്മാന തുക വാങ്ങാൻ പാടില്ല. ഇനി ഇത് മാത്രമല്ല, വീട്ടിൽ ഒന്നിലധികം പേര് ആനുകൂല്യം വാങ്ങിയതായി കണ്ടെത്തിയിരുന്നു. അങ്ങനെയുള്ള ഏകദേശം 10,000-ഓളം ആളുകളെയാണ് കണ്ടെത്തിയിട്ടുള്ളത്. അവരിൽ നിന്നും തുക തിരിച്ച് പിടിക്കുന്ന നടപടികളും സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞു. ഒരു റേഷൻ കാർഡിൽ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ അർഹതയുള്ള ഒരാൾക്കാണ് ആനുകൂല്യം ലഭിക്കുക. അത് നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. ഒന്നിലധികം പേര് ആനുകൂല്യം വാങ്ങുന്നുണ്ട് എങ്കിൽ ആനുകൂല്യം സറണ്ടർ ചെയ്യുക. അത് തീർച്ചയായും എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.